സാമൂഹ്യ വിപത്തായ മയക്കുമരുന്നിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്സ് അസോസിയേഷൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഉണരട്ടെ കേരളം ഒടുങ്ങട്ടെ ലഹരി എന്ന സന്ദേശവുമായി പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചു. കായംകുളം മേഖലാതല ഉദ്ഘാടനം ഡിവൈഎസ്പി ബാബുക്കുട്ടൻ നിർവഹിച്ചു. സാമൂഹ്യ വിപത്തായ മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഉണരട്ടെ കേരളം ഒടുങ്ങട്ടെ ലഹരി എന്ന സന്ദേശവുമായി പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചു. കായംകുളം മേഖലാതല ഉദ്ഘാടനം കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ നിർവഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ലഹരിക്കെതിരെ വലിയൊരു മുദ്രാവാക്യവുമായിട്ടാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഉണരട്ടെ കേരളം ഒടുങ്ങട്ടെ ലഹരി എന്ന മുദ്രാവാക്യമാണ്. ആദ്യമായിട്ടാണ് ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം ഈ ലഹരിക്കെതിരെ മുന്നിട്ടിറങ്ങുന്നത്. അതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഏറ്റവും കൂടുതൽ പൊതുജനങ്ങളുമായിട്ട് രാപകൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ അതിൻ്റെ സ്ഥാപനങ്ങൾ തന്നെയാണ്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ മുദ്രാവാക്യം കേരളം മുഴുവൻ അത് ഏറ്റെടുക്കട്ടെ. ആ പ്രഖ്യാപനത്തിനോട് പോലീസും യോജിക്കുന്നു. എല്ലാം നല്ലതിനായിട്ട് തന്നെ തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷത വഹിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഉണരട്ടെ കേരളം ഒടുങ്ങട്ടെ ലഹരി എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ശക്തമായ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കായംകുളത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഇന്ന് ലഹരിയുടെ ആധിക്യം വളരെ അതിപ്രസരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളിനെ പോലും ജീവനക്കാരായി നിയമിക്കില്ല. അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടും. രണ്ടാമതായിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിൽ റൂം എടുക്കുന്നവർ, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വന്ന ഇവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഞങ്ങളുടെ ഹോട്ടലുകളിൽ താമസത്തിനെത്തുന്നവർ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെടുന്നോ അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെടുന്നോ എന്ന് ശ്രദ്ധിച്ച് അവരെ നിരീക്ഷിക്കുകയും അതിൻ്റെ വേണ്ട നിർദ്ദേശം പോലീസിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വിവിധങ്ങളായ കർമ്മ പദ്ധതികളുമായിട്ട് ലഹരിക്കെതിരെ ശക്തമായ ഒരു ക്യാമ്പയിനുമായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രമേശ് ആര്യാസ്, ബദറുദ്ദീൻ മലബാർ, ബാബു ശ്രീകൃഷ്ണ, സൈഫുദ്ദീൻ മാർവൽ, വിവേകാനന്ദൻ പാട്ടത്തിൽ, പ്രവീൺ മഞ്ചിമ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപനങ്ങളിൽ മയക്കുമരുന്ന് വിരുദ്ധ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു. ലഹരി വിരുദ്ധ സ്ക്വാഡുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തിയും ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചും ലഹരി ഉപയോഗിക്കുന്ന ജീവനക്കാരെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചും ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മയക്കുമരുന്നിനെതിരെ ജാഗ്രത പുലർത്തുക. ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ലോഡ്ജ്, ബേക്കറി എന്നിവിടങ്ങളിൽ വരുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. സ്ഥാപനവും പരിസരവും CCTV നിരീക്ഷണത്തിലാക്കുക. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല എന്നത് ഉറപ്പുവരുത്തുക തുടങ്ങിയ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കായംകുളം.